ഹലോ നമസ്കാരം. അപ്പോൾ ക്രിസ്മസൊക്കെ ഇങ്ങ് എത്താനായില്ലേ? ക്രിസ്മസിന് നമ്മളുണ്ടാക്കുന്ന പ്ലം കേക്കിലെ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്ത് ഒരു മാസമോ ഒരു വർഷമോ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഓൾറെഡി സോക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന ഡ്രൈ ഫ്രൂട്ട്സ് വേണം അല്ലെങ്കിൽ ഇന്ന അളവ് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എന്ത് ഡ്രൈ ഫ്രൂട്ട്സുകൾ വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിൽസാണ്. ഇത് കുറേ നാളത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടതായതുകൊണ്ട് ഗ്ലാസ് ബോട്ടിൽസ് തന്നെയാണ് സോക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. നന്നായിട്ട് കഴുകി അതിനകത്ത് വെള്ളമയമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ചെറീസ്, പിന്നെ ഏപ്രിക്കോട്ട്സ്, പിന്നെ കാൻഡിഡ് ജിഞ്ചർ, പിന്നെ എടുത്തിരിക്കുന്നത് ഫിഗ്സ്, പിന്നെ എടുത്തിരിക്കുന്നത് കാൻഡിഡ് ഓറഞ്ച് പീല്. അപ്പോൾ ഈ ഓറഞ്ച് പീലിൻ്റെ എനിക്ക് 3 കളേഴ്സ് കിട്ടി. ആ 3 കളേഴ്സും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ എടുത്തിരിക്കുന്നത് വാൾനട്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് റേസിൻസ്, അതിൻ്റെ ബ്ലാക്ക് റേസിൻസും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ സീഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയും 3 കളേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം 3 കളേഴ്സും മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബോട്ടിൽ ഇവിടെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബോട്ടിൽ നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ 2 ബോട്ടിൽസും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സോക്ക് ചെയ്യാൻ എടുക്കുന്നത് റമ്മാണ്. അപ്പോൾ നമുക്ക് ആൽക്കഹോളിലും അല്ലെങ്കിൽ ആൽക്കഹോൾ ഇല്ലാണ്ട് നമുക്കിത് സോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ആൽക്കഹോൾ ആണെങ്കിൽ ബ്രാൻഡി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആൽക്കഹോളിലൊക്കെയാണ് സോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് ഇതിനെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ 2 ബോട്ടിൽസിലും ഞാൻ റം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് അടച്ചതിന് ശേഷം ഒന്ന് കുലുക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഒന്ന് കുലുക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ 1-2 കഴിഞ്ഞതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. നല്ലൊരു സ്മെല്ലാണ് തുറക്കുമ്പോൾ തന്നെ. ഇതും വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേക്കിന്, അതുപോലെ തന്നെ മണവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും സോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം സോക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ഇൻ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. താങ്ക് യു.